ഹലോ പ്രിയപ്പെട്ടവര്, ഇന്ന് എനിക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഇന്ന് ഞാനൊരു പ്രസംഗം കേട്ടു. ജബ്ബാർ മാഷയുടെ, യുക്തിവാദിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കാര്യമായി ഞാൻ മുഖവിലക്ക് എടുത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ശരിതെറ്റുകളെ മനസ്സിലാക്കാൻ വേണ്ടി, എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹം പ്രതിപാദിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടും ചർച്ച നടത്തി. വിഷയം മറ്റൊന്നുമല്ല, നിങ്ങൾ അറിഞ്ഞു കാണും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ അടിച്ചിട്ടുള്ള, സമസ്തയ്ക്ക് കീഴിൽ അടിച്ച ഒരു ബുക്ക്, 5ാം ക്ലാസ്സിലെ മതവിദ്യാഭ്യാസ ബോർഡ് അടിച്ചിറക്കിയ ബുക്കാണ് ഫിഖ്. ഞാൻ ആ ബുക്കിൽ 1-2 വരികളെ ജബ്ബാർ മാഷ് ഗൗരവമേറിയ സംഭവം ഉണ്ടെന്ന് കാണിച്ചപ്പോൾ ആദ്യം അത് നിശ്ചയിച്ചെങ്കിലും കാര്യഗൗരവം എടുത്തില്ല. പക്ഷെ അത് പിന്നീട് ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടി എന്റെ മകള് തന്നെ പഠിക്കുന്ന ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന സമസ്തയ്ക്ക് കീഴിൽ കുട്ടി പഠിക്കുകയാണ്. അവളെ ബുക്ക് ഞാൻ വാങ്ങി പരിശോധിച്ചു നോക്കി. വളരെ ഗൗരവമേറിയ ഒരു സബ്ജക്റ്റാണത്. നിങ്ങളൊക്കെ കുട്ടികൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും. കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ആ കുട്ടി എന്ത് പഠിക്കുന്നു എന്ന് നമ്മൾ ഇതുവരെ പരിശോധിക്കാൻ പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കുട്ടി പഠിക്കുമ്പോൾ തന്നെ രക്ഷിതാവും പഠിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. മതവിദ്യാഭ്യാസ ബോർഡൊക്കെ അവർക്ക് തോന്നിയ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതി ചേർത്താണ് കൊണ്ടുവരുന്നത്. ഇന്നേ വരെ ഇതിന്റെ പിറകെ അത് അന്വേഷിക്കാൻ ആരും പോയിട്ടില്ല എന്നുള്ളത് അതിലേറെ ഗൗരവം. ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും കണ്ടെത്തിയ തെറ്റ് നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമ്മൾ വേണം നോക്കാൻ. ഇതാണ് ആ ഗ്രന്ഥം. ആ ബുക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമസ്ത ഇറക്കിയ ഒരു സാധനമാണ്. ഫിഖ്, കിതാബുൽ ഫിഖ് എന്നാ പറഞ്ഞത്. അതാ കിതാബുൽ ഫിഖ്. ഇങ്ങനെ അതിന്റെ അതിൽ തന്നെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. കിതാബുൽ ഫിഖ് സഫുൽ ഖാമിസ ഫിൽ മദ്രസൽ മഖാലിസ്, ഒരുപാട് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. അസബുൽ ഇതവിടെ ൂല അങ്ങനെയൊക്കെ എഴുതി പറയുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ, അറബി മലയാളത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക, അതാണ് വരുന്നത്, ബോർഡിന്റെ അംഗീകാരത്വം, അതാണ് അംഗീകൃത മദ്രസകളിലെ 5ാം ക്ലാസ്സിലേക്ക് പ്രസിദ്ധീകരിച്ച പ്രത്യേകം തന്നെ തയ്യാറെടുക്കൊണ്ടുള്ള സാധനമാണ് കിതാബ് ഫിഖ്. അതും എങ്ങനെ അവര് പരിഷ്കരിച്ച എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ബുക്കാണെന്ന്. ഓ ആയിക്കോട്ടെ. അങ്ങനെ ആ കിതാബില് ദർസുലൂല അത് കഴിഞ്ഞു, ദർസുലൂല കഴിഞ്ഞു, ലഹകാമുൽ സറിയ എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തത് അസ്സലാത്തു എന്ന് പറഞ്ഞ സാധനം വന്നു. ഈ അസ്സലാത്തു എന്ന ഭാഗത്ത് ഞാനൊന്ന് നിങ്ങളോട്, ഈ മറബി മലയാളാണ്, അതിലവരിങ്ങനെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ നിസ്കാരത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന്? മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് നിസ്കാരം. അശുദ്ധികളും നജസുകളും എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധിയും വൃത്തിയും ഭക്തിയോടും അത് നിർവഹിക്കപ്പെടേണ്ടതാണ്. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഓരോ നിസ്കാരവും അതിന്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. നിസ്കാരം സമയം പിന്തിക്കുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല. അവകാശമില്ല എഴുതിയിരിക്കുന്നു കേട്ടോ. ഓ കുറച്ച് കടുപ്പാണ്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാല് അപ്പോഴെപ്പോഴും നിസ്കരിക്കുന്ന ഒരാളാണ്. ചിലപ്പം പലതും കളായി പോയി, ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ വെച്ചിടത്തോളം ഖുർആൻ വിധി പ്രകാരം ജീവിക്കാൻ പറ്റൂല. അവിടെ എനിക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവകാശമില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. അവകാശമില്ലടോന്നേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ഖുർആൻ പറഞ്ഞാണ്, അള്ളാഹ് പറഞ്ഞാണ് അവകാശമില്ലാന്ന്. പടപ്പുകൾ ഒരു അക്ഷരത്തിലും ഉണ്ടാൻ വന്നിട്ടില്ല, പടപ്പിന്റെ അഭിപ്രായം വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പേജിന്റെ തൊട്ടിപ്പുറത്ത് അതാത് പേപ്പറിൽ നിന്നുള്ള ചോദ്യോത്തരം, അതായത് ഒന്ന് പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചില വേറിട്ട ചോദ്യം ചോദിക്കും. ആ ചോദ്യങ്ങളൊന്നാണ് നിസ്കാരം നിർവഹിക്കണം എങ്ങനെ, കുട്ടിനോട് ചോദിക്കാൻ എങ്ങനെ.
ആയിക്കോട്ടെ, കുട്ടി അതിനെ അറിഞ്ഞ രീതിയിൽ കൃത്യസമയത്ത് നിർവഹിക്കണം എന്നൊക്കെ ആക്കി തീർത്തു. അടുത്തത് സർവനാശവും ആർക്കാണ്? സർവനാശവും ആർക്കാണ്? അടുത്ത ചോദ്യം. അപ്പൊ കുട്ടി എഴുതും സർവനാശവും നിസ്കാരത്തെ പിന്തിച്ചവനാണ്. ഉത്തരം എഴുതണം. അടുത്ത എവിടെയും കിട്ടാത്തൊരു ചോദ്യം ഈ മതകിണ്ടിതന്മാർ എഴുതിയതാണ്. എന്താണ്? അവർ കൊല്ലപ്പെടേണ്ടവരാണ്. ആര്? അവർ കൊല്ലപ്പെടേണ്ടവരാണ്. ആര്? എവിടുന്നാണ് ഈ കൊല്ലപ്പെടേണ്ടവർ എന്നുള്ളത് ഖുർആൻ എവിടുന്ന് അവർക്ക് കിട്ടി? അതാണ് വിഷയമായത്. അവർ കൊല്ലപ്പെടേണ്ടവരാണ്. ആര്? എന്താണോ നിങ്ങൾ പഠിപ്പിച്ചത്? എന്റെ കുട്ടിനെ മദ്രസയിലേക്ക് വിട്ടുന്നത് കൊല്ലാനും വെട്ടും ബാളും എടുക്കാനല്ല ഞാൻ നിങ്ങൾക്ക് കുട്ടിനെ അയച്ചെന്നത്. വരിസംഖ്യയും ബാക്കിയൊക്കെ തിന്ന് ഞങ്ങളെ പോലത്തെ ഓരോ രക്ഷിതാക്കളും കുട്ടികളെ മദ്രസയിലേക്ക് അയച്ചിട്ട് പാവം 10 വയസ്സേ ആ കുട്ടിക്ക് ആവുന്നുള്ളൂ. 5ാം ക്ലാസ് മുതൽ 5ാം വയസ്സ് തൊട്ട് അഡ്മിഷൻ കിട്ടുന്നത് മദ്രസാണ്, സ്കൂളല്ല. 5ാം ക്ലാസ്സിൽ കിട്ടുന്ന കുട്ടിക്ക് സമസ്തന്റെ കീഴിലാണ് ഈ ബുക്ക്. ബാക്കിയൊന്നും സമസ്തല്ലട്ട് നടത്തുന്നത്. 5ാം ക്ലാസ്സിലെ പരീക്ഷ പൊതുപരീക്ഷപ്പെട്ട സാധനം. ഈ കുട്ടിനോട് ചോദിക്കുകയാണ്, സമസ്ത ചോദിച്ച ചോദ്യമാണ്, ഇവിടുത്തെ പണ്ഡിതന്മാർ ചോദിച്ചാണ്, മകളെ ആരെയാണ് കൊല്ലപ്പെടേണ്ടത്? അപ്പൊ കുട്ടി എഴുതണം, നിസ്കാരം പിന്തിച്ചവൻ അല്ലെങ്കിൽ നിസ്കരിക്കാത്തവൻ, അവനെ കൊല്ലാം എന്ന് പറഞ്ഞ എന്റെ മോള്. അപ്പൊ മോൾക്കറിയാം അപ്പ 1 2 സാധനം വിട്ടുണ്ടില്ല, നിസ്കരിച്ചില്ല. അപ്പൊ ആ കുട്ടീനെ ഉസ്താദ് പഠിപ്പിക്കുക, എന്ന വാപ്പനും കൊല്ലാം കൈത്തർത്തള കൊല്ലാം. ആരെയാണ് കൊല്ലപ്പെടേണ്ടത്? എന്ത് പടി ജാഹിലാണ് ഇവര്. കൊല്ലാൻ വേണ്ടി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അവര് പറയുന്നത്. ഇപ്പൊ ഖുറാനിൽ പറഞ്ഞത് എന്താണ്? സർവനാശം എന്ന് പറഞ്ഞു നിർത്തി. കൊല്ലുക എന്നുള്ളത് ഇവര് ക്രിയേറ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിൽ എഴുതി ആരെയാണ് കൊല്ലപ്പെടേണ്ടത്. എന്തൊരു കടുപ്പുള്ള ചോദ്യമാണ്. അല്ല, ഇവിടുത്തെ ഈ മത കാര്യങ്ങളെ പരിശോധിക്കുന്ന ആൾക്കാർ ഇത് കാണുന്നില്ലേ? MM അക്ബറിനെ നിങ്ങൾ ഇരുത്തിപ്പൊരിച്ചില്ലേ? അവിടെ അങ്ങനത്തെ അലക്കലൊരു ലഘുലേഖ കൊടുത്തു പറഞ്ഞ് ഇരുത്തിപ്പൊരിച്ചില്ലേ? ഇതൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തിയില്ലേ? ഗവൺമെന്റ് നടത്തിയില്ലേ? പോലീസുകാരെ എന്തേ നിങ്ങൾ കണ്ടില്ല? ഈ ബുക്ക് ഈ ഇറക്കിയ സംസ്ഥ പ്രസിദ്ധീകരിച്ച് അത് നവീകരിച്ചിട്ടും പുതിയ ലിപിയൊക്കെ സെറ്റ് ചെയ്തിട്ട് പുതിയ ആശയത്തോടെ ഉണ്ടാക്കിയതാ. IS-ന്റെ അടുത്തേക്ക് കുട്ടിനെ കൊണ്ട് ആക്കി കൊടുക്കാന്ന് ഏറ്റിട്ടുണ്ട് അല്ലേ? ആടുമേക്കം കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ ആരെയാണ് കൊല്ലപ്പെടേണ്ടത്? എന്താണോ ഉത്തരേന്ത്യയിൽ പശുവിന്റെ ഇറച്ചി തിന്നവനെ കൊല്ലപ്പെടണമെന്ന് അവന്റെ വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വെട്ടിക്കൊല്ലുക. അപ്പൊ അവൻ എതിർക്കാനുള്ള ന്യായം എന്താ എന്റെ കയ്യിലുള്ളത്? നിസ്കരിക്കാത്തവനെ കൊല്ല, അവിടെ പശുവിന്റെ ഇറച്ചി തിന്നവനെ കൊല്ല അല്ലേ? മതമില്ലാത്ത ജീവനില്ലാത്ത മതം എന്നൊക്കെ പറഞ്ഞതിന് അവന്റെയൊക്കെ നേരെ നിങ്ങളൊക്കെ ചാടിയേറെ കൗമ് ജാഹില്. ഇവരാണ് ഈ പറഞ്ഞത് കൊല്ലേണ്ടത് ആരെന്നുള്ളത് കാണിച്ചത്. എത്ര ക്രൂരാണ് നിങ്ങളെ മനസ്സ്. എന്താ നിങ്ങൾ ഈ പിഞ്ചു പൈതങ്ങളെ പഠിപ്പിച്ചത്? നമുക്ക് ഇവരെ കണ്ടാൽ മതി. സമസ്തയിൽ ഇത് എഴുതിയ വീരന്മാർ ആരൊക്കെയാണ്? എല്ലാത്തിനെയും പോലീസ് നടപടിക്ക് മുന്നിൽ കൊണ്ടുവരണം. വിട്ടയക്കാൻ പാടില്ല. ഇനി മേലിൽ പൈതങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. അതിക്രൂരമാണ്. ആരെയാണ് കൊല്ലേണ്ടത്? ഞാൻ എന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, പൊന്നുമോളെ നീ നായനെ ചിലപ്പോ കടിക്കാമെന്ന് എറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് ഒരു പട്ടിയാണ്, ഗർഭമുള്ള വയറ്റുള്ള പട്ടിയോ പൂച്ചയാണ്, നീ ദയവായിട്ട് എറിയല്ലേ. നമ്മൾ അങ്ങനെയാ പഠിച്ചത്. അങ്ങനെ ചെയ്യരുത്. മനസ്സലിയണം. ഒരു പല്ലിയെ വെറുതെ തല്ലണ്ട, ഒരു കൊതുകിനെ നീ വെറുതെ തല്ലണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ വരിസംഖ്യയും മാസാമാസം ചെലവും കൊടുത്തിട്ട് ഇവര് പഠിപ്പിച്ചതാ കുട്ടീനെ കൊല്ലാരെയാണ് കൊല്ലപ്പെടേണ്ടത്. ഈ വാക്ക് തന്നെ ക്രൂരമാണ്. വൈകിപ്പോയി ഞാനിത് അറിയാണ്. സമസ്തന്റെ അവകാശം സത്യം പറയാണ്. ഈ നിരീശ്വരവാദിയും യുക്തിവാദിയൊക്കെ മനുഷ്യന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് 4 അക്ഷരം വിവരം വെളിവുള്ളതിനോട് അവർ പറഞ്ഞു തരേണ്ട ഗതികടത്തി ഇവർ വ്യക്തമാക്കി തരികയാണ് ചെയ്ത തെറ്റും ശരിയൊക്കെ. അങ്ങനെ പഠിച്ച് വെറുതെ നോക്കിയപ്പോ അയാളൊരു യുക്തിവാദിയാണ്. ഞാൻ അയാളെ ഉൾക്കൊള്ളാത്ത വ്യക്തിയാ. അങ്ങനെ ഞാൻ പക്ഷെ അയാളെ വാക്കിൽ കായംപിണ്ടെന്ന് നോക്കിയതാണ്. ഇതിന് നിങ്ങളൊക്കെ ഇന്ത്യ രാജ്യം പോട്ടെ, സ്വതന്ത്ര ഇന്ത്യന്റെ കാര്യം വിട്. ഇത് അങ്ങേയറ്റം ഇസ്ലാമിക ശരീഅത്ത് നിയമം നടപ്പാക്കുന്ന സൗദി അറേബ്യ ഇല്ലടാ മക്കളെ. ഇല്ലേ? മൗലവിമാരെ തലകെട്ടുകളെ പടി ജാഹിലികളെ ഇല്ലേ? ആ രാജ്യത്തുണ്ടോ ഇങ്ങനെ നടപ്പിലാക്കുന്നത്? ഞാനൊക്കെ വർഷങ്ങളോളം ഇന്നും നമ്മുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അവിടെ ഉണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. 1 2 5 വക്ത് വിട്ടുപോയതിന് ആരെയുടെ കൊന്നത്, ആരെ കൊല്ലപ്പെട്ടത് നിങ്ങൾ പറയും. അവിടെ ഉണ്ട്. ഞാനടക്കമുള്ളവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ മുത്തവസു എന്ന് എന്നെ ചോദ്യം ചെയ്തതാണ്. എന്നോട് പറഞ്ഞാണ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സ്ബിർ എന്തെന്ന് വെച്ചു ഒരക്കലു ബസ് ബസീത്ത മുമ്മിസ്കിരിയാവറോ. ഒരു വർത്താനില്ല അവിടെ. അവനോട് ചോദിക്കുകയാണ്. അവൻ പറഞ്ഞു വെയിറ്റ് സ്ഥന്നാക്കും. എന്നോട് പറഞ്ഞു സ്ഥന്നാക്കും എവിടെ? കാറ്റിൽ സാല, ഞാൻ താഴത്ത് നിന്ന് ഞാൻ വെയിറ്റേക്കും. ഞാൻ പറഞ്ഞു ഞാൻ വന്നേക്കാന്ന് അവനോട് പറഞ്ഞു. വെയിറ്റ് ചെയ്ത് അവൻ കാത്തിരുന്നു. അവന്റെ മുത്തവഫിന്റെ വണ്ടിയുണ്ട്. ഞാനും എന്റെ കൂട്ടുകാരും ഞങ്ങൾ പഠിച്ചില്ല, എല്ലാരും ഉണ്ട് നാട്ടിലിപ്പോ. അവിടെയുണ്ട്. അവിടെ കാഫിറും പെട്ടു, എല്ലാരും പെട്ടു. ഞങ്ങളെ കൊണ്ടുപോയി ജയിലിലടച്ചു. ഞങ്ങൾക്ക് നിസ്കരിക്കാത്തതിന് ഞങ്ങൾക്ക് അവർ ബോധം പറഞ്ഞു തന്നു. മേലെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് വിട്ടയച്ചു. ഇല്ലേ?
അടിയുണ്ട്, അടിക്കും അവരെ കൈയുള്ള ചോറിൽ വെച്ചിട്ട് അവര് യാ വസ്സലാ എന്ന് പറയുമ്പോ തർക്കുത്തരം പറയുന്ന അവര് ചോറിലുണ്ട് അടിക്കും. പീഡനമൊക്കെ ഉണ്ട്. മുന്തിയോമാരൊന്നുമല്ല അവര്. പീഡനുണ്ട്. കൂട്ടാത്ത പൂര പൂട്ടിക്കും. വെറുതെ അങ്ങാടിയില് ഈ ബാക്കി കഴിഞ്ഞ് ഇക്കാമത്തും കഴിഞ്ഞിട്ട് സൗദി അറേബ്യന്റെ തെരുവിൽ വെറുതെ നടക്കുകയാണെങ്കിൽ അക്കാലത്ത് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞില്ല. അടിക്കും. ചോറിലോണ്ട് അടി കിട്ടിയിട്ടുണ്ട്. പീഡനം ഒട്ടും കുറവല്ല. അള്ളാന്റെ ശിക്ഷ വേറെയുണ്ട്, പടപ്പുള്ള ശിക്ഷ വേറെയുണ്ട്. പക്ഷെ കൊല്ലാൻ എവിടെയും പറഞ്ഞില്ലറോ. 132 തലവെട്ട് മസ്ജിദ് ധീരയില് വേണ്ടപ്പെട്ട ഔദ്യോഗിക നിർവഹണത്തിൽ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗും പണിയെടുത്തോനാ ഞാൻ. മനസ്സിലാക്കണം, ഇന്നേ വരെ നിസ്കരിക്കാത്ത ഒരു പാവത്തിനെ കൊണ്ടൊന്നും തലവെട്ടിയിട്ടില്ല. എവിടെ നിങ്ങളുടെ പഠിച്ചത് വിവരം കെട്ട ജാതികളെ? ഇത് ഞാനിപ്പോഴും പറയുന്നു, ഇത് എഴുതിയവൻ അടക്കമുള്ളവൻ ആരാണോ അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മനസ്സിലാക്കണം. സമൂഹമേ, ഈ നാട്ടിലെ രക്ഷിതാക്കളെ ഉയർന്ന് ചിന്തിക്കണം. നമ്മൾ സമസ്താക്കി നിസ്താന്ന് പറഞ്ഞിട്ട് ആമീൻ എന്ന് പറഞ്ഞ് കൈയെടുത്താ പോരാ. കുറച്ച് ബുക്ക് വായിക്കുക. എന്റെ കുട്ടിനെ കൊലയാളിയാക്കി ട്രെയിനിങ് ചെയ്ത് തരാന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഈ കേരളം ഭരിക്കണ പിണറായി വിജയൻ സാർ അടക്കമുള്ളവര്, ഇവിടുത്തെ ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി ദയവായിട്ട് ഈ വിഷയം ഒന്ന് കാണ്. ഈ ബുക്ക് ഇറക്കിയവൻ ആരാന്നുള്ളത് പഠിക്ക്. എം അക്ബറിന്റെ നേരമല്ല നമ്മൾ ചാടേണ്ടത്. അതിനേക്കാളും ഗൗരവമുള്ള സാധന. അവനും മുന്തിയോന്നല്ല ഞാൻ പറഞ്ഞത്. ദയവായിട്ട് ഇത് പഠിക്കണം. ജനങ്ങളെ രക്ഷിക്കണം. മതവിദ്യാഭ്യാസം പോലുള്ള സകല മതവിദ്യാഭ്യാസത്തിൽ വരുന്ന എല്ലാ ബുക്കുകളെയും സമസ്തയല്ല ആരായിക്കോട്ടെ, എപി, ഇ.കെ, മുജാഹിദ്, സുന്നി, ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ദയവായിട്ട് അത് ദയവായിട്ട് കേരള ഗവൺമെന്റിന്റെ പ്രത്യേക ടേബിളിൽ കൂടെ പരിശോധന നടത്തിയിട്ട് മതി. ആവശ്യമായ അറബി മുൻസിമാരെയും മറ്റുള്ളവരെയും വെച്ച് അതിൽ ക്രൂരത ഉണ്ടോ, അതിൽ ജനാധിപത്യ രഹിതമായ വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കി വിശദീകരിച്ച് പഠനം നടത്തിയിട്ട് ദയവായിട്ട് നിങ്ങൾ ബുക്കിറക്കാൻ അനുവാദം കൊടുക്കാവൂ. അത് ഈ നാട്ടിലെ സ്വസ്ഥവും സമാധാനവും അന്തരീക്ഷവും ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണ്. മുസ്ലിം എന്നല്ല, ഓരോ വ്യക്തിയുടെ കടമയാണത്. അത് ഹിന്ദുവിൽ നിന്ന് വന്നാലും ശരി, മുസ്ലിമിൽ നിന്ന് വന്നാലും ശരി, ക്രിസ്ത്യാനി വന്നാലും ശരി, അത് എവിടെയാണോ അത് അവിടെ വെച്ചിട്ട് അതിനെ താക്കോലിട്ട് പൂട്ടണം. ദയവായിട്ട് ഗവൺമെന്റ് അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുന്നതാണ്